കഴിഞ്ഞ ദിവസങ്ങളിലാണ് നമ്മൾ DAയും ശമ്പള പരിഷ്കരണത്തെക്കുറിച്ചൊക്കെ വളരെ കാര്യമായി വീഡിയോ ചെയ്തത്. പെട്ടെന്നാണ് എല്ലാം യു-ടേൺ അടിക്കുന്നത്. യു-ടേൺ അടിക്കാനുള്ള പ്രധാന കാരണം ധനകാര്യമന്ത്രിയുടെ ഇന്നലത്തെയുമായിട്ടൊരു പ്രസ്താവന വന്നിട്ടുണ്ട്. കേന്ദ്ര പൂളിൽ നിന്നുള്ള ധനകാര്യ കടമെടുപ്പിനുള്ള പരിധി 5900 കോടി രൂപ കേന്ദ്രം വെട്ടിയിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ 5900 കോടി രൂപ വെട്ടുമ്പോൾ സ്വാഭാവികമായി ശമ്പളം പോലും മുടങ്ങും എന്നാണ് ബാലഗോപാൽ പറയുന്നത്, KN ബാലഗോപാൽ. അപ്പോൾ ശമ്പളം മുടങ്ങുകയാണെങ്കിൽ പിന്നെ ശമ്പള പരിഷ്കരണം എവിടെയാണ്, DA എവിടെയാണ്? പാകപ്പാടെ ഒരു കൺഫ്യൂഷനിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. 5900 കോടി രൂപ കേന്ദ്ര സർക്കാർ വെട്ടിക്കുറച്ചതിന് ധനമന്ത്രി ബാലഗോപാൽ വ്യക്തമാക്കിയിട്ടുണ്ട്. ബുധനാഴ്ച രാത്രിയിലാണ് അറിയിപ്പ് ലഭിച്ചത്. ഇന്നിപ്പോൾ വെള്ളിയല്ലേ, ബുധനാഴ്ച രാത്രി 2 ദിവസമായിട്ടാണ് ഇത് അറിയിപ്പ് ലഭിച്ചതെന്നാണ് വാർത്താ സമ്മേളനത്തിലാണ് ബാലഗോപാൽ ഇത് പറഞ്ഞത്. ഇത് സംസ്ഥാനത്തിന്റെ വലിയ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാകും. ക്ഷേമ പെൻഷൻ ഉൾപ്പെടെ കൊടുക്കാതിരിക്കാനുള്ള ഉടായ്പാണോ അതോ കൊടുക്കാൻ പറ്റില്ല എന്ന് പറയുകയാണ്. ചുരുക്കത്തിൽ 3600 രൂപ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് 2 ഗഡു എന്ന് പറഞ്ഞ് കൊടുത്തത്, 2 മാസത്തെ എന്ന് പറഞ്ഞ് കൊടുത്തത് ഇനിയിപ്പോൾ ജോലിയായി. ഇത് കൊടുക്കാൻ പറ്റാത്ത സ്ഥിതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. അതുപോലെ തന്നെ മറ്റ് പദ്ധതികളെയും, വിവിധ പദ്ധതികളെ, ഇപ്പൊ കിഫ്ബി ഒഴിച്ചുള്ള മറ്റ് പദ്ധതികളെയെല്ലാം ഇത് ബാധിക്കും. കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളിലെ ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് കേന്ദ്രം പിന്മാറുകയാണ്. 5 വർഷം കൊണ്ട് 25,000 കോടി രൂപയും ഈ വർഷം മാത്രം 17,000 കോടി രൂപയുമാണ് ഇതുപോലെ കടമെടുക്കുന്നതിന്റെ പരിധി പറഞ്ഞ് വെട്ടിക്കുറച്ചതെന്നാണ് ബാലഗോപാൽ അവകാശപ്പെടുന്നത്. അപ്പൊ സ്വാഭാവികമായും ശമ്പള പരിഷ്കരണം ഇപ്പോൾ തന്നെ 93,000 കോടി രൂപയിൽ പിന്നെ 73,000 കോടി രൂപ വേണം ശമ്പളം കൊടുക്കാൻ. ഏകദേശം 74% തുക ഇപ്പൊ തന്നെ ആവശ്യമുണ്ട്. അത് ഇനിയിപ്പോൾ ഈ പറയുന്ന പോലെ 13% DA എല്ലാം കൂടി ശമ്പളത്തിൽ ലയിപ്പിച്ചുകൊണ്ട് പുതിയ ശമ്പള ഘടന വന്നാൽ സ്വാഭാവികമായിട്ട് ഇന്നിപ്പോൾ ഉള്ള തനത് ഫണ്ടിന്റെ 110% ഇത് പോകും എന്നുള്ള വലിയ ആശങ്ക നിലനിൽക്കുമ്പോഴാണ് ഇത്തരത്തിലുള്ള ഒരു ഇടുത്തി കൂനിന്മേൽ കുരു പോലെ ഗർഭിണിയെ പാമ്പ് കടിച്ചു എന്ന് പറയുന്ന രീതിയിൽ വലിയൊരു ധനപ്രതിസന്ധിയിലേക്ക് സംസ്ഥാനം പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ തീർച്ചയായിട്ടും ഈ ഇതിനകത്ത് വേറൊരു രസകരമായ കാര്യം, തൊഴിലുറപ്പ് പദ്ധതി വന്നു കഴിഞ്ഞു. അതിനകത്ത് വലിയ മാറ്റം വരുത്തി കഴിഞ്ഞു. അതിന്റെ പേര് ഉൾപ്പെടെ ഘടന ഉൾപ്പെടെ മാറി. അതിനകത്ത് 60-40 ആക്കിയിട്ടുണ്ട്. 60% മാത്രമേ. നേരത്തെ മെറ്റീരിയൽ കോസ്റ്റിന്റെ 25% എടുത്താൽ മതി എന്നുള്ളതനുസരിച്ച് ലേബർ കോസ്റ്റും എല്ലാം തന്നിരുന്നുവെങ്കിൽ സമ്പൂർണ്ണമായി തൊഴിലാളികൾക്ക് കൊടുക്കാനുള്ള പൈസയൊക്കെ കേന്ദ്രം തന്നുകൊണ്ടിരുന്ന സ്ഥലത്ത് അത് 60-40 ആയി. അപ്പൊ 60% ഇനി കേന്ദ്ര ഗവൺമെന്റ് തരികയുള്ളൂ. 40% സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ ആണ്. അപ്പൊ അതിന്റെ ഒരു 1,500 മുതൽ 2,000 കോടി രൂപയുടെ ബാധ്യതയും ഇവിടെ സർക്കാരിന് വരികയാണ്. അപ്പൊ ഇതെല്ലാം കൂടി ബാധ്യത വരുമ്പോൾ സർക്കാരിന് പിടിച്ചു നിൽക്കാൻ കഴിയില്ല. ശമ്പളം പോലും ഉണ്ടാകുമോ എന്ന് സംശയം പറയുന്നിടത്ത് എന്ത് ശമ്പള പരിഷ്കരണം എന്നുള്ളതാണ് പുതുതായി ഓരോ ദിവസം കഴിയുന്തോറും ഇത് ടേൺ ചെയ്യുകയാണ്. പക്ഷേ പ്രതിസന്ധി ഉള്ളത് അപ്പോഴും ഉദ്യോഗസ്ഥർ ഒന്നും സങ്കടപ്പെടേണ്ട കാര്യമില്ല. പ്രതിസന്ധി എന്ന് പറയുന്നത് ഇങ്ങനെ വലിയ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടെങ്കിലും ഇലക്ഷൻ വരുന്ന സാഹചര്യത്തിൽ തീർച്ചയായും ശമ്പള പരിഷ്കരണം ഉണ്ടാകാനാണ് സാധ്യത.